വനിതാ പോലീസോ പുരുഷ പോലീസുകാരും ആരോഗ്യമന്ത്രി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവരെ പിടിച്ച്. അതാണ് ഞങ്ങൾക്കെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും. ആരോഗ്യമന്ത്രിക്ക് ദേശീയ പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റവും ആരോഗ്യമന്ത്രിക്ക് നേരെ കയ്യേറ്റവും അക്രമം ഉണ്ടായിട്ടില്ല, യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി കൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കും. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേഹത്ത് പരിക്കുന്ന കാണിച്ചില്ല, ആ കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട് അത് വാസ്തവവിരുദ്ധമായ കാര്യം കുട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ ആക്രമണം അഴിച്ചുകൊണ്ടത്. ഇന്നലെ DCC ഓഫീസ് ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അതുകൂടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെ സർക്കാരിനെതിരെ നൽകുന്ന ശക്തമായ പ്രതിഷേധം തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് സംശയം.